ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ. സ്കൂളൊക്കെ അവധിയുള്ള ദിവസമാണ്. സോ ഞാൻ കരുതി കുറച്ച് ഫ്രഷ് മീൻ വാങ്ങാലോ എന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വിഴിഞ്ഞത്തോട്ടാണ് പോയത്. അവിടെ ആകുമ്പോൾ നല്ല ഫ്രഷ് മീൻ പിടിച്ച് ഇങ്ങനെ വള്ളത്തിൽ കയറുമ്പം തന്നെ വാങ്ങാലോ എന്നൊക്കെ കരുതി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ വിഴിഞ്ഞത്ത് എത്തി കേട്ടോ. മീൻ എവിടെ വരുന്നത്? മീനൊക്കെ എവിടെ വരുന്നത്? നമ്മളിതിന് മുന്നേയും വന്നിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ വന്ന സൈഡ് മാറിപ്പോയി. സോ അതുകൊണ്ട് ആകെ കൺഫ്യൂഷനായി. വന്നപ്പം ഇവിടെ ലേലം വിലയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മീനാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച കണക്കുള്ള മീനൊന്നും കിട്ടിയില്ല കേട്ടോ. ഭയങ്കര നിരാശയായിപ്പോയി. നമുക്ക് പറ്റിയ തരത്തിലുള്ള മീൻ വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് തിരിച്ചു നേരെ കുമരിച്ചന്തയിൽ പോയി കേട്ടോ. സാധാരണ ഞാൻ അവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. ഇതാണ് നമ്മുടെ കുമരിച്ചന്ത, തിരുവല്ലത്തെ കുമരിച്ചന്ത. രൂപ പച്ച ധരിച്ച് 250 രൂപ കിട്ടാം. വാള നിൽക്കരുത്. നല്ല വാളമുണ്ട്, നല്ല തെരിച്ചുണ്ട്, നല്ല അടിപൊളി വാളമുണ്ട്. ഞാനാകട്ടെ ഇവിടുന്ന് ചാള, വാള, കൊഞ്ച്, നെത്തോലി ഇത്രയും മീനുകൾ മേടിച്ചു കേട്ടോ. ഇന്ന് ഭയങ്കര വിലയായിരുന്നു മീനിന്, മഴയൊക്കെ അല്ലേ. സോ അങ്ങനെ ഇത്രയും മീനുകളൊക്കെ വാങ്ങി. എന്തായാലും എനിക്കൊരു 4-5 ദിവസത്തേക്ക്, 4-5 ഒരാഴ്ചത്തേക്ക് കിട്ടും. എന്നിട്ട് തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വരുമ്പോഴും ഞങ്ങൾ മോർണിംഗിൽ ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ടാണ് പോകുന്നത്. ഹോട്ട് ആൻഡ് സ്പൈസി എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഭയങ്കര റീസണബിൾ റേറ്റുമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മാത്രമല്ല ഈ ഒരു റെസ്റ്റോറൻറ്റിൽ രാവിലെ ഇപ്പോൾ ഞാൻ സമയം 9 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. ഈ 9 മണിക്ക് പോലും എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പോലും മട്ടണും ചിക്കനും എല്ലാം റെഡിയാണ്. ഓക്കെ. അങ്ങനെ നേരെ വീട്ടിലെത്തി. ഞാൻ മീൻ കഴുകുന്നതൊന്നും എടുത്തില്ല കേട്ടോ. അത് വലിയ പ്രയാസമായിരുന്നു. എല്ലാം കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കിങ്ങും ആരംഭിച്ചു കഴിഞ്ഞു.
അപ്പോൾ എല്ലാം അടുപ്പിലൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ നേരെ വന്നു ടെറസിൻ്റെ മുകളിൽ കേട്ടോ. രാവിലെ എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല, സോ അതുകൊണ്ട് ഓടി വന്നു. ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മുടെ നാടൻ റോസ് നല്ല മണമാണ് ഈ റോസിന്. പിന്നെ ഉള്ളത് കണ്ടോ, ഈ റോസ് ഉണ്ടോ, ഇതാ ഒരു കൊലയിൽ തന്നെ കുറേ ഫ്ലവേഴ്സ്. മഴ ആയതുകൊണ്ടെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുവാണ്. ഇനി അത് പൊടിച്ച് വരും. ഇപ്പം എല്ലാം പൊടിച്ച് വരുന്നുണ്ട്, നല്ല ഫ്രഷായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ലാസ്റ്റിൽ പോയ ഒരു ചെടിക്കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ ഇതിൻ്റെ ഇല. ഇല്ല, ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്. ഇതിനെ ഇനി ഒരുപാട് ശിഖരങ്ങളാക്കി നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഓരോന്നിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ ഒരു 10-20 ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ മീൻകറി താഴെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഞാൻ ഓടിയെത്തിയത്. നമ്മുടെ കുരുമുളക് കണ്ടോ, കുറ്റിക്കുരുമുളകിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. ഇത് ഞാനിവിടെ ഉണക്കാൻ വെച്ചൊക്കെയായിരുന്നു. ഈ കുറ്റിക്കുരുമുളകാണ് നമുക്ക് ഒരു വർഷത്തേക്കുള്ള കുരുമുളക് കിട്ടുന്നത്. വാങ്ങാറേ ഇല്ല കുരുമുളക്. കണ്ട ഈ ഒരു പോർഷൻ മൊത്തം നമ്മൾ കുറ്റിക്കുരുമുളകാണ് വെച്ചിരിക്കുന്നത്. ഇത് ഷെയ്ഡിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിന് അധികം വെയിലൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ ഷെയ്ഡിൻ്റെ അടിയിലാണ്. ഇതുപോലെ ഇത് പഴുക്കുന്നതനുസരിച്ച് നമ്മളിത് ഇങ്ങനെ പറിച്ചു പോകൊണ്ടിരിക്കും. വേണ്ട മാങ്ങ മരത്തിൽ കണ്ടോ മാവ് ഇത് പഴുക്കാൻ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. മേളിലോട്ടൊക്കെ ഒരുപാടുണ്ട്. ഇത് കപ്പ മാങ്ങയാണ് കേട്ടോ. പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് എനിക്ക് തോന്നുന്നു പറിക്കാറായി കേട്ടോ. പറിക്കട്ടെ? വേണ്ട, പറിച്ച് ഇത് നല്ല പഴുക്കാറായി. ഓക്കെയാണ്. ഇതോ പറിച്ച് നോക്കട്ടോ. ഇതും പഴുക്കാറായി. ഇതെല്ലാം ഓക്കെയാണ് കേട്ടോ. ഇതെല്ലാം നിൽക്കട്ടെ, കുറച്ചുകൂടി വലുതായിട്ട് കണ്ടോ. ഇതോ അവിടേക്ക് നിൽക്കുന്നു കേട്ടോ ഒരുപാട്. ഇതേണ്ട നമ്മുടെ പൂച്ചകൾക്കുള്ള വീടാണ്. പൂച്ചകളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ആയതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അവർക്ക് അതിവിശാലമായിട്ടുള്ള ഒരു കൂട് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അല്ലാതെ കാണിക്കാം കേട്ടോ. പൂച്ചകളുടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇത് അവർക്ക് നടന്നു പോകാനുള്ള പാത്താണ്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ ഇടും. ഈ സ്റ്റെപ്പിൽ കയറിയിട്ട് ഇവർക്ക് ഇങ്ങനെ നടന്നു പോയി പുറത്തോട്ട് പോയി അങ്ങ് അറ്റം വരെ വെക്കും കേട്ടോ. അത് പുറത്തോട്ട് പോയി അങ്ങ് അവർക്ക് ഈ സ്ഥലമെല്ലാം കാണാൻ. നമ്മളെപ്പോലല്ലേ അവരിങ്ങനെ പ്രകൃതിയെ സ്നേഹിച്ച് വളരട്ടെ അല്ലേ പൂച്ചകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം ഇവന്മാർ തന്നെ അടി കൂടുന്ന ടൈപ്പുകളൊക്കെ ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ആൺപൂച്ചേനെ ഇവിടെ ഇടാം. പിന്നെ ചിലപ്പം വേറെ എന്തെങ്കിലും ചിലപ്പം ചെറിയ അസുഖമൊക്കെ വരികയാണെങ്കിൽ അവരെ മാറ്റിയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 2 കൂട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വിശാലമായിട്ട് ഇവിടെ കിടന്ന് കളിക്കാം. ഒത്തിരി പണി ബാക്കിയുണ്ട്. ഇനി ഒരു 3-4-5 ദിവസത്തെ പണിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൂട് ക്ലിയറാക്കി പൂച്ചകളെ നമ്മൾ ഇതിനകത്ത് കൊണ്ടിടും. നമ്മുടെ കല്യാണ സൗഗന്ധികം നോക്കിയും ഇതൊരു മണമെന്നറിയാമോ. ഈ ടെറസ് മൊത്തം ഇതിൻ്റെ മണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര മണമാണ് ഇത് പൂത്ത് നിൽക്കുമ്പം.
കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിനകത്ത്. ഇന്നലെ ഞാൻ കുറേ പറിച്ചതേ ഉള്ളൂ, എന്നാലും എന്താ അവിടെ ഉണ്ട്. ഇന്നലെ ഞാൻ കുറേ പറിച്ചുകൊണ്ട് പോയി താഴെ. ഓണി വന്നാൽ നമുക്ക് കിട്ടാൻ പറ്റുന്നത് മുളക് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വലിയ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ കുറേ പറിച്ചിട്ട് ചെറുതാണ് നിർത്തിയിരുന്നത്. ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള 4 മതി. അത് എന്തുവാ പുളിശ്ശേരി. വാ സിംബ വാ 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 സിംബട്ടാ ചാട് കേസ് 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 മുടി വെട്ടാൻ പോവാ. Simba, Simba, come. അതിന് പാപ്പ വേണോടാ. അമ്മ കേൾക്കാനെടുത്ത് പാപ്പ വേണോ എന്നാ അങ്ങനെ ഒടുവിൽ നമ്മുടെ ലഞ്ചിൻ്റെ സമയമായി. ഞാൻ കുറച്ച് ചോറ് കഴിക്കാൻ വിചാരിച്ച്. നമ്മുടെ ഈ ഒരു കുട്ടി വ്ളോഗ് എങ്ങനെ ഇഷ്ടമായോ? കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി വിഴിഞ്ഞത്ത് പോയി ഫിഷൊക്കെ മേടിച്ചു. വിഴിഞ്ഞത്ത് പോയിട്ട് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുമരിച്ചന്തയിൽ പോയി. അവിടുന്ന് ഫിഷ് ഒരുപാടൊന്നും കിട്ടിയില്ല കേട്ടോ. സാധാരണ നമ്മൾ പോകുന്ന ടൈമിലല്ലായിരുന്നു ഇന്ന് പോയത്. കുറച്ച് ലേറ്റായിപ്പോയി. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച കണക്ക് മീനൊന്നും കിട്ടിയില്ല. എല്ലാവരും പോയി കഴിഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ കൊണ്ട് ഓണം പോലെ കുറച്ചൊക്കെ മേടിച്ചു. അതിൽ 2-3 ഐറ്റംസ് നമ്മൾ വെച്ചു കേട്ടോ. ഇന്ന് നമ്മൾ വെച്ചത് ഇതെന്ത് മീനായിരുന്നു? കൊഴിയാള. കൊഴിയാള നമ്മൾ കറി വെച്ചു. അപ്പോൾ കൊഴിയാള കറി നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ കൊഞ്ച് പെരട്ടിയെടുത്തു കേട്ടോ. കൊഞ്ച് പെരട്ടിയത്. പിന്നെ ഫിഷ് നമ്മൾ വാളമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാളമീനിൻ്റെ ഫ്രൈ ഉണ്ടാക്കി. പിന്നെ വെജിറ്റബിളായിട്ട് നമ്മൾ അവിയൽ വെച്ചു. പിന്നെ അച്ചാറ്, നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങ അച്ചാറ്. കൂട്ടത്തിൽ നല്ല പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ ഒരു ദിവസം? ഇഷ്ടമായോ? അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ.